അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ആളും ബഹളവും ഒക്കെ തീർന്ന് തിരക്കൊഴിഞ്ഞ് പട്ടാമ്പിയും അതുപോലെ തന്നെ പട്ടാമ്പിയിലെ കാൻഡിഡേറ്റ്സിന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി TP ഷാജിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞു, ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്, എങ്ങനെ തോന്നുന്നു? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ ഏകദേശം 79.5% പോളിംഗ് എന്ന് പറയുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പങ്കെടുത്തിട്ടുള്ളത്, അവരുടെ ഒരു വോട്ടവകാശം വിനിയോഗിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമുള്ള വലിയൊരു ജനവിഭാഗം വളരെ ആവേശത്തോടു കൂടിയാണ് ഈ വോട്ടിനെത്തിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പട്ടാമ്പിയിൽ പോളിംഗ് ശതമാനം ഉയർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉയർന്ന പോളിംഗ് ശതമാനം UDFന് അനുകൂലമാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? 100%. എല്ലാ കാലഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എടുത്ത് പരിശോധിച്ചാൽ പോളിംഗ് ശതമാനം വർദ്ധിച്ച കാലഘട്ടങ്ങളിലൊക്കെ തന്നെ UDF വിജയിക്കുക മാത്രമല്ല വലിയ ഭൂരിപക്ഷവും ലഭിച്ചിട്ടുണ്ട്. ഇനിയും പോളിംഗ് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന രീതിയിലേക്കായിരിക്കും തെരഞ്ഞെടുപ്പ്. കടുത്ത വിജയപ്രതീക്ഷയുണ്ട്. ഇപ്പോൾ വാക്കുകളിലെ കോൺഫിഡൻസ് ഞാൻ അറിയുന്നു, എന്ത് തോന്നുന്നു? നല്ല വിജയപ്രതീക്ഷ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുകൂലമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണമുണ്ട്. കൊപ്പത്ത് ടോസിലാണ് നഷ്ടപ്പെട്ടത്. പട്ടാമ്പി നഗരസഭ വലിയ മാർജിനിലാണ്, അതായത് 19-9 എന്ന് പറഞ്ഞ വലിയ മാർജിനിലാണ് UDF വിജയിച്ചിട്ടുള്ളത്. 10,900 ഏകദേശം 11,000-ഓളം വോട്ടുകളുടെ വ്യത്യാസം LDFും UDFും തമ്മിലുണ്ട്. മാത്രമല്ല അതിലുപരിയായി ഒരുപാട് ഘടകങ്ങൾ UDFന് അനുകൂലമായിട്ട് നിലവിലുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. പല പ്രദേശങ്ങളും വികസനം എത്താത്ത ഒരുപാട് പ്രതിഷേധങ്ങൾ പല ആളുകൾക്കുണ്ട്. അതൊക്കെ വോട്ടായി മാറിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ വലിയ റിസൾട്ട് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പല വിധത്തിലുള്ള ആരോപണങ്ങൾ കണ്ടു ഈ പ്രചരണ വേളയിൽ. അപ്പോൾ അതിലൊരു പ്രധാന ആരോപണമായിരുന്നു ജനാധിപത്യത്തിനോടൊപ്പം പണാധിപത്യത്തിൻ്റെ മത്സരമാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആരോപണത്തോട് എങ്ങനെ പ്രതികരിക്കും? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അന്ന് പണാധിപത്യം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള MLAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിട്ട് അവർ തീരുമാനിച്ചത് വിനീതന എന്നെയാണ്. അന്ന് പണാധിപത്യം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷത്തു നിന്ന് മാറി എൻ്റെ മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരിച്ചുപോയി 3 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന പണാധിപത്യം അത് കേവലം ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും അത്തരം ആരോപണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വയം തോൽവി ഏറ്റുവാങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ പണാധിപത്യം കൊണ്ടാണ് വിജയിച്ചത് എന്ന് ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അത് പട്ടാമ്പിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങൾക്കെതിരെ ഉള്ള ഒരു അധിക്ഷേപമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം കേവലം പണത്തിൻ്റെ മുകളിൽ വോട്ടുകൾ മാറി മറിയുമെന്നുള്ള രീതിയിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു MLA ആണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. അത് ജനങ്ങൾ അത്തരം പ്രസ്താവനകൾ ജനങ്ങളൊക്കെ തന്നെ ആ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയതിൻ്റെ കൂടി ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പിലുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഒരുപാട് കോൺട്രവേഴ്സീസും ഉണ്ടായി. അപ്പോൾ വേണ്ട വിധത്തിലൊരു സമയം കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കൃത്യമായ സമയം കിട്ടിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ 2 സ്ഥാനാർത്ഥിക്കും തുല്യമായ ദിവസങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിലൊക്കെ ഒരു 2-4 ദിവസം മുമ്പ് MLA എന്ന നിലയിൽ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞെങ്കിലും UDF വർദ്ധിത വീര്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്.
ഏകദേശം അവസാന ലാപ്പിൽ സുഹൃത്തുക്കൾക്ക് അടക്കം അറിയാം, അവസാന ലാപ്പ് എത്തുന്നതോടുകൂടി UDF ക്യാമ്പ് ബഹുദൂരം മുന്നിലായിരുന്നു. LDF ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് അതിൻ്റെ പ്രചരണം അവസാനിച്ചത്, വോട്ടെടുപ്പ് അവസാനിച്ചത്. കൊട്ടിക്കലാശത്തിലെ പോര് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതുപോലെ തന്നെയായിരുന്നു ഇന്നലെ ഇലക്ഷൻ ദിവസം ഉണ്ടായത്. കള്ളാടിപ്പറ്റ ബൂത്തിൽ വെച്ചിട്ട് LDF കാൻഡിഡേറ്റ് വോട്ട് അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞ് UDF നേതാക്കൾ അതിനെ ചോദ്യം ചെയ്യുകയും അങ്ങനെ ഒരു സംഘർഷം, LDF കാൻഡിഡേറ്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയതൊക്കെ, അതിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്ന്, കൊട്ടിക്കലാശത്തിലുണ്ടായിട്ടുള്ള സംഘർഷം, ആ സംഘർഷത്തിന് ശേഷം അദ്ദേഹം UDF-നെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനന്ന് ആശുപത്രിയിൽ എത്തുകയും പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണമെന്നും അതിൻ്റെ CCTV ഫൂട്ടേജ് എടുത്ത് പരിശോധിക്കണമെന്നും കുറ്റക്കാരായ ആളുകൾക്കെതിരായി രാഷ്ട്രീയം നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ സോഷ്യൽ മീഡിയ വഴി ആരാണ് അക്രമം നടത്തിയത് എന്ന് പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് മൊത്തത്തിൽ. അപ്പോൾ അന്ന് UDF-നെതിരായി ഉന്നയിച്ച ആരോപണത്തിന് യഥാർത്ഥത്തിൽ അവർ മാപ്പ് പറയാണ് വേണ്ടത്, ആ പിക്ചർ വന്ന സ്ഥിതിക്ക്. പിന്നെ ഇന്നലെ ഉണ്ടായിട്ടുള്ള വിഷയം, ഞാൻ ഇന്നലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ സന്ദർശിക്കാനാണ്. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നമ്മുടെ പല ആളുകളും ഫോൺ ചെയ്ത് ഇങ്ങനൊരു വിഷയം ഉണ്ടായി എന്ന് പറയാൻ അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കും. ഓക്കെ, ഇനി ഭരണം ഈ വർഷത്തെ ഭരണം UDF-നെ തുണക്കും എന്ന് വിശ്വസിക്കുന്നു? 100%. കേരളത്തിൽ 100 സീറ്റിലേറെ നേടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നമ്മൾ മെയ് 4 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ UDF സെഞ്ചുറി അടിക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ, ഇവരുടെ ഒരു വിജയ പ്രതീക്ഷ കൂടി എത്രത്തോളം ഉണ്ട് നമുക്ക് ചോദിക്കാം. എന്ത് തോന്നുന്നു? ഭാര്യയും മകളുമാണ്, എന്ത് തോന്നുന്നു? ജയിക്കും, പപ്പ പറഞ്ഞ പോലെ തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയിക്കും. അതെ. അപ്പോൾ UDF ഭരണത്തിൽ വരുന്നതിൻ്റെ ഒപ്പം പട്ടാമ്പിയും കൂടി ഇങ്ങ് വരും എന്നാണ്. ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് മെയ് 4 വരെ അതിനുവേണ്ടി കാത്തിരിക്കാം. അത് ഇവരെല്ലാവരും ഒരുപോലെ സന്തോഷത്തിലും വിജയപ്രതീക്ഷയിലുമാണ്. അതങ്ങനെ സഫലമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നില 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹ്ന തബ്സ്. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.